ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ നാട്ടിൽ തന്നെ, അതായത് കായംകുളം പ്രദേശത്ത് തന്നെ വള്ളുകുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സി ബാൻഡ് ഡിഷ് ട്യൂൺ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ പോയിട്ട് ആ ചേട്ടന് മലയാളം ഇൻ്റർസാറ്റ് 17 25 മലയാളം ചാനലാണ് നമുക്കിന്ന് ട്യൂൺ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് പഴക്കമുള്ള ഡിഷാണ്. നമുക്കത് പോയിട്ട് ഇന്നത് ട്യൂൺ ചെയ്ത് കൊടുത്ത് അതിലേതൊക്കെ ചാനലാണ് കിട്ടുന്നതെന്നുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാം. അപ്പോൾ എൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, ഞാനങ്ങനെ ആ ചേട്ടൻ വിളിച്ച പ്രകാരം ചേട്ടൻ്റെ വീടിന് സമീപത്തെത്തി. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പം ആ ഡിഷ് കണ്ടു. അപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്ന അതേ സെയിം ഡിഷ് കാതോടിൻ്റെ ഡിഷാണ്. അതായത് കായംകുളംകാർക്കറിയാം കാതോട് എന്ന് പറയുന്ന ആ ഡിഷിൻ്റെ ഒരു പ്രത്യേകത. ഇത് 7 അടിയാണ് ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. സി ബാൻഡാണ് ഇതിനകത്ത് ഡിഷ് നമുക്ക് ട്യൂൺ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പഴക്കമെന്ന് പറഞ്ഞാൽ 2002 അദ്ദേഹം 3000 രൂപയ്ക്ക് അന്ന് പുതിയത് വെച്ചതാണ്. 3000 രൂപയ്ക്ക് ഡിഷിൻ്റെ വില മാത്രമാണ്, ബാക്കി ചാർജൊന്നും എന്നോട് പറഞ്ഞില്ല. ഡിഷ് 3000 രൂപയ്ക്ക് വാങ്ങിച്ചു എന്നുള്ളതാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും പഴക്കമുള്ളൊരു ഡിഷ് ചേട്ടൻ്റെ വീടിൻ്റെ മുകളിലാണ് ഇതിനു മുമ്പ് ഇരുന്നത്. അപ്പോൾ വീടിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ വന്നപ്പോൾ അത് ഇളക്കി താഴെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുറ്റത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പടമൊക്കെ പോയി, അതായത് അതിൻ്റെ ട്യൂണിങ്ങും അലൈൻമെൻറ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയപ്പോഴത്തേന് പടം കിട്ടുന്നില്ല. പിന്നെ റിസീവർ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ആരോ എന്തോ കംപ്ലൈൻറ്റ് കൊണ്ട് റെഡിയാക്കാൻ എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷേ അതും തിരികെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചാനലിലെ വീഡിയോ ഈ ചേട്ടൻ്റെ ഒരു സുഹൃത്ത് കാണാനിടയായി. അങ്ങനെ ആ ചേട്ടനോട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ട്യൂൺ ചെയ്യാനുള്ള ആളുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിളിച്ച് ഇത് ട്യൂൺ ചെയ്യിക്കാം എന്നുള്ളതാണ് അവർ തമ്മിൽ സംസാരിച്ചത്. അങ്ങനെ അവരെന്നെ കോൺടാക്റ്റ് ചെയ്തു. ട്യൂൺ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ട്യൂൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇത് പഴയ LMB ആണ് ഇരിക്കുന്നത്. അത് 5G ഫിൽറ്ററോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. സാധാരണ LMB ആണ്. ഇവിടെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് അത്യാവശ്യം രാവിലെ തന്നെ ഇതൊന്ന് ട്യൂൺ ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ട്യൂൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും മഴ നല്ലവണ്ണം ചാറി തുടങ്ങി. അപ്പോഴത്തേക്ക് നമ്മൾ റൂമിനകത്ത് പോയി ട്യൂൺ ചെയ്തു. അപ്പോൾ ട്യൂൺ ചെയ്ത് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടനിപ്പോൾ അത്യാവശ്യം 25 മലയാളം ചാനൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട, ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ 25 മലയാളം മാത്രം. അപ്പോൾ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഇട്ട് വേറെ ചാനൽ കാണണമെന്ന് ആഗ്രഹമൊന്നുമില്ല. തമിഴും വേണ്ട, ഹിന്ദിയും വേണ്ട, മറ്റ് ചാനലൊന്നും വേണ്ട. അദ്ദേഹത്തിന് ഈ മലയാളം 25 ചാനൽ മാത്രം മതി. അപ്പോൾ ഇത് ട്യൂൺ ചെയ്തു. ആ 25 എണ്ണം ഓർഡർ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ നമ്പർ എഴുതിയേക്കുന്നതൊക്കെ ഏഷ്യാനെറ്റ്, മിഡിൽ ഈസ്റ്റ് അങ്ങനെയുള്ള ചാനൽസിൻ്റെയൊക്കെയാണ് ഈ ഒരു നമ്പേഴ്സ് കിടക്കുന്നത്. എൻ്റെ പേര് ഞാൻ എഡിറ്റ് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സോൾഡിൻ്റെ 63 എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് ബോക്സാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ചാനലിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഞാനിതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ഇൻ്റർസാറ്റ് 17 66 ഡിഗ്രിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാനൽസ്. അപ്പോൾ അദ്ദേഹത്തിന് 25 എണ്ണം ആ മലയാളം മാത്രം മതിയെന്നുള്ളതുകൊണ്ട് ഞാൻ ബാക്കി എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. 25 എണ്ണം ഓർഡറാക്കി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം 10ഓളം ന്യൂസ് ചാനലുകളും ബാക്കി നമുക്ക് മറ്റ് സിനിമയും മറ്റ് എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ടുള്ള ചാനൽസൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ കുറേയൊക്കെ ചാനലിൻ്റെ പേര് ഇതിനകത്തുണ്ട്, ബാക്കി ഞാൻ എഡിറ്റ് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇത് മൊത്തം 25 മലയാളം ചാനലാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ പഴയ ഡിഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയണ്ട, അത് ചവിട്ടിക്കൂട്ടി ആക്രിക്കും കൊടുക്കുകയും വേണ്ട. അത്യാവശ്യക്കാർക്ക് ഇതുപോലെ വല്ലതും ഉണ്ടാക്കിയെടുക്കണമെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതുപോലത്തേക്ക് ഡിഷ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ആവശ്യക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി.